മക്കളെ മിസ്സിൻ്റെ മക്കളെ എല്ലാവരും ഓണം എക്സാമിൻ്റെ ടെൻഷനിലാണ് മിസ്സിനെ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു, മിസ്സ് വിചാരിച്ചു അല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ വരുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ അങ്ങ് പറഞ്ഞു തന്നാലോ അല്ലേ, നിങ്ങൾക്ക് വേഗം പഠിച്ചൂടെ? വേഗം പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നാളെ എക്സാം പോയി കണ്ട് സെറ്റ് ആക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാലോ നാളെ എക്സാമിന് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് പ്രെഡിക്റ്റ്. ഓക്കെ, നോക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ എക്സാമിന് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നാളെ എക്സാമിന് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അതായത് നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ കളേഴ്സ് തരും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പിക്ചറിന് കൊടുക്കണം. ഓക്കെ, ഈ പിക്ചറിന് നമ്പറിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കളേഴ്സ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ പിക്ചറിൻ്റെ പേരും നിങ്ങളോട് ചോദിക്കും, ഈ പിക്ചറിൻ്റെ പേരും നിങ്ങളോട് ചോദിക്കും. അതേപോലെ ഈ പിക്ചർ കളർ ചെയ്യാനും ആയിരിക്കും നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവുക. ഓക്കെ, എന്തായാലും ഈ ചോദ്യം നിങ്ങൾക്ക് നാളെ എക്സാമിൽ കാണാൻ പറ്റും. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈവിലും ഷോ ക്വസ്റ്റ്യൻസിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മിസ്സിൻ്റെ മക്കൾക്ക് എന്തുണ്ടാവും, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചോദിച്ചിരിക്കും. അതായത് ഇതേപോലെ ഒരു 5 പിക്ചേഴ്സ് തരും. 5 പിക്ചേഴ്സ് തന്നിട്ട് ഇവരുടെ പേര് എഴുതാനായിട്ട് നിങ്ങളോട് ചോദിക്കും. പേടിക്കൊന്നും വേണ്ട, ഓപ്ഷൻസ് തരും. ഓക്കെ, ഓപ്ഷൻസ് തരും. മിസ്സിൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചോദിച്ചിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ രീതിയിലായിരിക്കും. ഓക്കെ, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കവിതയുടെ ലൈൻസിലെ മിസ്റ്റേക്ക്, അതായത് കവിതയുടെ ലൈൻ ഓർഡർ തെറ്റിക്കും. ഓക്കെ, കവിതയുടെ ലൈൻ ഓർഡർ തെറ്റിക്കും, അല്ലെങ്കിൽ കവിത ഓർഡർ തെറ്റിച്ചിട്ട് തരും. ഈ രണ്ടിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉണ്ടാവും. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സുബഹ് ആകെ ധൂബ് എന്നാണ്. അങ്ങനെയല്ലല്ലോ, അത് കറക്റ്റ് എങ്ങനെയാണ്, ധൂബ് ആകെ സുബഹ് എന്നല്ലേ. അപ്പോൾ അവിടെ ലൈനാണ് തെറ്റിയത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് സുബഹ് ആകെ ധൂബ്, അതായത് കറക്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പം സെൻറ്റൻസ് തരിക, എന്നിട്ട് ഓർഡർ തെറ്റിച്ചിട്ട് ചോദിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അതിനുശേഷം കഴിഞ്ഞിട്ട് വരുന്നത് ഇതേപോലെ പ്രൊഫൈലാണ്. ഒന്നെങ്കിൽ മക്കളുടെ പ്രൊഫൈൽ ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയും പ്രൊഫൈൽ ചോദിക്കും. ഇതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസിലും അതേപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററിലും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ മിസ്സിൻ്റെ മക്കൾ എന്തായാലും കാണണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവോ, ഉണ്ടാവലില്ല. ഓക്കെ, ഇത് നോക്കിക്കോ. അതായത് എന്താണ്, ഫസ്റ്റ് നമ്മുടെ പില്ല ഉറങ്ങണത്, ഫുഡ് കഴിക്കുന്നത്, ആള് കളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഹിന്ദിയിൽ, അതായത് ഉറങ്ങുന്നതിന് നമ്മൾ എന്താ ഹിന്ദിയിൽ പറയാം അല്ലെ, കഴിക്കുന്നതിന് എന്താ ഹിന്ദിയിൽ പറയാം, കളിക്കുന്നതിന് എന്താ ഹിന്ദിയിൽ പറയാം, ചോദിക്കും എക്സാമിന്, പഠിച്ചിട്ട് പോണേ. അടുത്തത് ഇതാടാ, അടുത്തത് ഇതാ. ഇതേപോലെ ഒരു പിക്ചർ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ പിക്ചർ ആയിരിക്കും ചിലപ്പം തരിക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതേപോലെയുള്ള എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, കുത്താ കഹാ ഹേ അല്ലേ, ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. ഓപ്ഷൻസും തന്നിട്ടുണ്ടാ, പിന്നെ പേടിക്കണോ, പേടിക്കേണ്ട അല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതൊക്കെ നോക്കിയിട്ട് പോവുക. ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇവിടെ മിസ്, ഇത് ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഉള്ളൂ. യെസ്, ആൻസേഴ്സിനാണ് നമ്മുടെ ലൈവും അതേപോലെ നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററൊക്കെ കിടക്കുന്നത്. ഓക്കെ, അതിലെന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് മിസ് എന്ത് ചെയ്യും, നിങ്ങളെ എക്സാമിന് വിടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാവൂലേ, അവിടെ ഉണ്ടാവൂലേ? യെസ്, അവിടെ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവിലും മോർണിംഗ് ബൂസ്റ്റിലും ഇതങ്ങ് സെറ്റ് ആക്കിക്കണം. ഓക്കെ, അപ്പോൾ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക, മിസ്സിൻ്റെ മക്കൾ നോക്കിയിട്ട് പോവാം. പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആൻസർ കിട്ടാൻ ലൈവിലും മോർണിംഗ് ബൂസ്റ്റിലും വരിക കേട്ടോ. അപ്പോൾ ബൈ.